കണ്ണൂരിന്റെ നെല്ലറയായ ഏഴോത്ത് തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് കൈപ്പാട് പ്രദേശം മണ്ണിട്ട് നികത്തി. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നും മണൽ തിരിച്ചെടുപ്പിച്ചു. ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി. ഏഴോം കാർഷിക മേഖലയാണ്. അപൂർവ ഇനം കണ്ടൽക്കാടുകൾ നിറഞ്ഞ പ്രദേശം കൂടിയാണിത്. കോട്ടുമണൽ പ്രദേശത്താണ് സ്വകാര്യ വ്യക്തി തണ്ണീർത്തടം മണ്ണിട്ട് നികത്തിയത്. RDOയുടെ റിപ്പോർട്ട് പ്രകാരം നേരത്തെ കൃഷി ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിൽ മണൽ നിക്ഷേപിക്കരുതെന്നാവശ്യപ്പെട്ട ഉടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നെങ്കിലും 30 ലോഡ് മണൽ നിക്ഷേപിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തുടർന്ന് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം തുടർ നടപടി സ്വീകരിക്കാമെന്ന് ഏഴോം വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകി. പരിശോധനയ്ക്ക് ശേഷം 15 ദിവസത്തിനകം സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് നടപടിയുണ്ടായത്. സ്ഥലത്തെ മണൽ തിരിച്ചെടുപ്പിച്ചു. കണ്ണൂർ ജില്ലയിൽ തന്നെ കൈപ്പാട് ഏരിയയിൽ കൂടുതൽ ഏരിയ കൃഷി ചെയ്യുന്നത് ഏഴോം പഞ്ചായത്തിലാണ്. അപ്പോൾ ഇതുപോലെ അനധികൃതമായിട്ട് നികത്തുന്നത് പല സ്ഥലങ്ങളിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഇപ്പോൾ ഒരു കൃഷി ഓഫീസർ എന്നുള്ള നിലയിൽ RDOക്ക് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ തുടർ നടപടികൾ ചില കേസസിലാണ് വന്ന് തുടങ്ങിയിട്ടുള്ളത്. ഏഴോം ചെങ്ങൽ ദേശത്തുള്ള അവിടെ കണ്ടൽ കാട്ടിനോട് നടുവിലുള്ള സ്ഥലം ഒരു കക്ഷി മണ്ണിട്ട് നികത്തുകയും അത് സംബന്ധിച്ചിട്ട് കക്ഷിയോട് മണ്ണ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ജില്ലാ കളക്ടർ അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണ് നീക്കാനുള്ള ആ ഭൂമിയിലിട്ട മണ്ണ് നീക്കാനുള്ള നിർദ്ദേശം നൽകുകയും 15 ദിവസത്തിനുള്ളിൽ നീക്കാനുള്ള നോട്ടീസ് നൽകുകയുണ്ടായി. പക്ഷേ കക്ഷി അതിന് തയ്യാറാവാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇതേപോലെയുള്ള ഒരു നടപടി എടുക്കാൻ. ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇനിയും നടപടിയുണ്ടാവുമെന്ന് അധികൃതർ അറിയിച്ചു. വില്ലേജ് ഓഫീസർ K. ധനേഷ്, വില്ലേജ് സ്പെഷ്യൽ ഓഫീസർ C. ഹാരിസ്, കൃഷി ഓഫീസർ TT ബുഷ്ര തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.